ഹലോ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികയുടെ എക്സാമിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഈ മാസം 22 മുതൽ നെക്സ്റ്റ് മന്ത് 11th വരെയാണ്. എല്ലാവരും കൺഫർമേഷൻ ഉടൻ തന്നെ കൊടുക്കുക. ഇപ്പോൾ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 26th ജൂലൈ ആണ്. അപ്പോൾ നിയർലി ഒരു 75 ഡേയ്സ് പ്ലസ് നമുക്ക് എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അപ്ലൈ ചെയ്തത് ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 9394 ആണ്. അപ്പോൾ ഏകദേശം 9000 ആളുകളാണ് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്ലൈ ചെയ്യുന്ന എല്ലാവരും തന്നെ കൺഫർമേഷൻ കൊടുക്കാറില്ല. കൺഫർമേഷൻ കൊടുക്കുന്നവരെല്ലാവരും തന്നെ എക്സാമിന് എത്തിച്ചേരാറില്ല. അപ്പോഴേ കൺഫർമേഷൻ കൊടുത്ത് എക്സാമിന് നിയർലി എത്തിച്ചേരുന്നത് നിയർലി ഒരു 7000 ആളുകളായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഇതിന് നന്നായിട്ട് തയ്യാറെടുക്കുന്നത് ഏതൊരു എക്സാമിനും കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെയൊക്കെ ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഒരു മാക്സിമം 20% ആളുകളൊക്കെയാണ് ഇതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോഴൊരു ഏകദേശം ഒരു 1200 ആളുകളൊക്കെ ആയിരിക്കും ഈ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മാക്സിമം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ്റെ ലെവല് അത്ര കൂടുതലല്ല. കാരണം റീസെൻ്റ് ആയിട്ട് നടന്ന പോളിടെക്നിക് ലെക്ചർ ആയിക്കോട്ടെ, മെക്കാനിക്കലുകാർക്ക് എഴുതാൻ പറ്റുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം 30,000 മുതൽ 50,000 വരെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം കുറവാണ്. ഇപ്പോൾ ജോബ് പ്രൊഫൈൽ കൊണ്ടും സാലറി സ്കെയിൽ കൊണ്ടും വളരെ അട്രാക്റ്റീവാണ്. ലാസ്റ്റ് ടൈം ഇതിൻ്റെ എക്സാം നടത്തിയിരുന്നത് 2017-18 ടൈമായിരുന്നു ഞാൻ ഓർക്കുന്നത്. ഇപ്പോൾ സിലബസ് തന്നില്ലായിരുന്നു. അപ്പോഴിപ്പം നമുക്കൊരു സിലബസ് ഉണ്ട്. എക്സാം കഴിഞ്ഞ തവണ നടത്തിയപ്പോൾ ഒരു വലിയ മോഡറേറ്റ് ലെവലിലുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ സിലബസ് വരുമ്പോഴും ഒരു ബേസിക് കോർ സബ്ജക്ട്സ് കവർ ചെയ്യുന്നൊരു സിലബസാണ്. ഒത്തിരി ഏരിയാസ് കവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഉള്ള ടൈം കൊണ്ട് ഇത് നന്നായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനും ഗൈഡൻസും നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ പരിശീലിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എക്സാമിന് മുന്നിലെത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ എക്സാമുകളും ഉൾപ്പെടുത്തുന്ന ബേസിക് സബ്ജക്ട്സ് ആയിട്ടുള്ള മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, തെർമോഡൈനാമിക്സ് ബേസിക് തെർമോഡൈനാമിക്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തെർമലും അങ്ങനെ റെഫ്രിജറേഷൻ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറീസ്, അതിൻ്റെ അകത്ത് തന്നെ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്. അപ്പം മെറ്റലർജിക്കകത്ത് നമ്മൾ മെട്രോളജിയുടെ പാർട്സ് ഒന്നും കയറി വന്നിട്ടില്ല. ബേസിക് മെറ്റീരിയൽ സയൻസിൻ്റെ അകത്ത് വരുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സും അയൺ കാർബൺ ഡയഗ്രവും പിന്നെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസും അലോയ്സും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി തെർമൽ എഞ്ചിനീയറിംഗിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് അവിടെ കംപ്രസേഴ്സും റെഫ്രിജറേഷനും ബേസിക് ഐസി എഞ്ചിൻസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് വളരെ ചെറിയ ഏരിയാസാണ് കവർ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഡൈനാമിക്സ് ഓഫ് മെഷീൻസിൽ നമുക്കൊരു വാസ്റ്റ് ഏരിയ ആണ് നമുക്കറിയാം. അപ്പോൾ അത് അങ്ങനെയുള്ള പാർട്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രൊഡക്ഷൻ ടെക്നോളജിക്കകത്ത് അൺകൺവെൻഷണൽ മെഷീനിങ് പ്രോസസ്സും വെൽഡിങ്ങും കാസ്റ്റിങ്ങും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റിനകത്ത് ബേസിക് ആയിട്ടുള്ള പ്ലാന്റ് ലേഔട്ടുകൾ, പിന്നെ സിമോ ചാർട്ട്സ്, അതേപോലെ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ഇങ്ങനെയൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ക്വാളിറ്റി കൺട്രോൾ, ഇൻസ്പെക്ഷൻ. അപ്പോഴൊരു വാസ്റ്റ് സിലബസ് ആണോ എന്ന് ചോദിച്ചാലല്ല. കാരണം നമുക്ക് ഡൈനാമിക്സ് ഓഫ് മെഷീനറിയിലെ കുറേ പാർട്ടുകൾ കയറി വരുവാണ്, അല്ലെങ്കിൽ മെറ്റലർജി വരുവാണ്. പ്രൊഡക്ഷൻ കുറച്ചുകൂടെ ഡെപ്തിൽ ചോദിക്കുവാണെങ്കിൽ ഇപ്പോൾ പോളിടെക്നിക്കൽ ലെക്ചറിൻ്റെയൊക്കെ സിലബസ് നോക്കുവാണെങ്കിൽ വളരെ വാസ്റ്റ് ആയിട്ടൊരു ഏരിയയാണ്. ഇത് കൃത്യമായിട്ട് നമുക്കൊരു 70-75 ഡേയ്സ് എക്സാമിന് തയ്യാറെടുക്കാൻ നമുക്ക് കിട്ടും. അതിലൊരു 40-45 ഡേയ്സിനുള്ളിൽ നമുക്ക് പോർഷൻസ് ഒക്കെ കവർ ചെയ്തിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ റിവിഷനും മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സബ്ജക്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള അനീസ് സാറ് ഈ എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കണം, ഒരു 70 ഡേയ്സ് സ്റ്റഡി പ്ലാൻ സാറ് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഏത് ഓർഡറിലാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസിൽ നിങ്ങൾ കൂടുതൽ ഡെപ്തിൽ പോകണം, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് പുതിയ PSCയുടെ ചോദ്യ പാറ്റേണൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ തുടക്കക്കാർക്ക് എന്തായാലും ഈ ഫ്രീ വെബിനാർ വളരെ പ്രയോജനപ്പെടും. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങളെ വെബിനാർ സമയത്ത് നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമി ഇതിനായിട്ട് ഒരു ഇൻറ്റൻസീവ് ഓൺലൈൻ കോച്ചിങ്, ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്ജക്റ്റുകളെല്ലാം കവർ ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, മോക്ക് എക്സാംസ്, മോഡൽ ടെസ്റ്റ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഫുൾ പാക്കേജ് ആയിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സുകൾ ദൂരീകരിക്കാനായിട്ട് ഒരു മെൻറ്റർ സപ്പോർട്ടും വാട്സപ്പ് ഗ്രൂപ്പും എല്ലാം നമ്മളിതിന് ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ടും വെബിനാറിനായിട്ടും കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.